His Magic Bat by Ruskin Bond. The score stood at 53 for 4 wickets. Another 60 runs had to be made for victory. Ranji was at the crease. He was the last batsman in the batting order. ടീമിന്റെ സ്കോർ 53 റണ്ണിന് 4 വിക്കറ്റ്. ഇനിയും ഒരു 60 റൺ കൂടി വേണം ആ ടീമിന് ജയിക്കാൻ. രഞ്ജി ആയിരുന്നു ക്രീസിൽ. ക്രീസ് എന്ന് പറഞ്ഞാൽ ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യാൻ നിൽക്കുന്ന വൈറ്റ് ലൈൻസ് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ബോക്സിനെയാണ് ക്രീസ് എന്ന് പറയുന്നത്. സോ രഞ്ജി ആയിരുന്നു ക്രീസിൽ. അവനായിരുന്നു അവന്റെ ടീമിന്റെ ബാറ്റിംഗ് ഓർഡറിലെ അവസാനത്തെ ബാറ്റ്സ്മാൻ. ദ റെസ്റ്റ് വെയർ ബോളേഴ്സ്. ബാക്കിയുള്ളവരെല്ലാം ബോളേഴ്സാണ്. ദേ കുഡന്റ് ബി എക്സ്പെക്റ്റഡ് ടു സ്കോർ മെനി റൺസ്. എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക. അതായത് മറ്റ് ബാറ്റ്സ്മാൻമാർ, അതായത് ഇനി വരാനുള്ള ബാറ്റ്സ്മാൻമാരുടെ കയ്യിൽ നിന്നും അവർ ഒരുപാട് റൺസ് എടുക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും ടീമിനില്ല. ദ ഫെയ്റ്റ് ഓഫ് ഹിസ് ടീം വാസ് ഇൻ ഹിസ് ഹാൻഡ്സ്. ഫെയ്റ്റ് എന്ന് പറഞ്ഞാൽ വിധി. അതായത് അവന്റെ ടീമിന്റെ വിധി, രഞ്ജിയുടെ ടീമിന്റെ വിധി ഇപ്പോൾ രഞ്ജിയുടെ കൈകളിലാണ്. ഹിസ് ടീം ഹാഡ് ഗ്രേറ്റ് ഫെയ്ത്ത് ഇൻ ഹിം for he had scored a lot of runs in many of its matches. അവന്റെ ടീമിന് അവനിൽ ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസം. അവന്റെ ടീമിൽ അവനിൽ ഒരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഇതിനു മുൻപ് ഒരുപാട് മാച്ചുകളിൽ, ഒരുപാട് കളികളിൽ അവൻ റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. രഞ്ജി took his ഗാർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാറ്റ്സ്മാൻ ബോളറെ ഫേസ് ചെയ്യാൻ വേണ്ടി സ്റ്റമ്പിന്റെ അടുത്ത് നിലയുറപ്പിക്കുന്നതിനെയാണ് ഗാർഡ് ചെയ്യുക എന്ന് പറയുന്നത്. സോ രഞ്ജി ബോളറെ ഫേസ് ചെയ്യാൻ തയ്യാറായി. The tall fast bowler came down on his long run-up and hurled the ball at Ranji's stumps. ഒരു പൊക്കം കൂടിയ ഫാസ്റ്റ് ബോളർ ഒരു നീണ്ട റണ്ണപ്പിന് ശേഷം, അത് ഒരുപാട് ദൂരം ഓടിയതിനു ശേഷം ഹറിൽഡ് ദ ബോൾ. ഹറിൽഡ് എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയായി എന്തെങ്കിലും നമ്മൾ എറിയുക, അതിനെയാണ് ഹറിൽഡ് എന്ന് പറയുന്നത്. സോ ആ ഫാസ്റ്റ് ബോളർ ഒരുപാട് ദൂരം ഓടി വന്നതിന് ശേഷം വളരെ ശക്തിയിൽ രഞ്ജിയുടെ സ്റ്റമ്പ് ലക്ഷ്യമാക്കി ബോൾ എറിഞ്ഞു. രഞ്ജി വാസ് ഗോയിങ് ടു ലഞ്ച് ഫോർവേഡ് ആൻഡ് പ്ലേ ദ ബോൾ ബാക്ക് ടു ദ ബൗളർ. രഞ്ജി ലഞ്ച് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ടായുക. അതായത് രഞ്ജി മുന്നോട്ടാഞ്ഞ് ആ ബോളിനെ തിരിച്ച് ബോളറിലേക്ക് തന്നെ അടിച്ചിടാൻ വേണ്ടി, ബോളറുടെ സൈഡിലേക്ക് തന്നെ പ്ലേ ചെയ്യാൻ വേണ്ടി പോയി. ബട്ട് അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ് ഹി ചേഞ്ച്ഡ് ഹിസ് മൈൻഡ് ആൻഡ് സ്റ്റെപ്ഡ് ബാക്ക്. പക്ഷെ അവസാനത്തെ നിമിഷം അവൻ അവന്റെ മനസ്സ് മാറ്റി അവൻ തിരിച്ച് പിറകിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചു. ഇന്റൻഡിങ് ടു പുഷ് ദ ബോൾ ത്രൂ ദ റിംഗ് ഓഫ് ഫീൽഡേഴ്സ് ഓൺ ദ ഓഫ് സൈഡ്. എന്തിനായിരുന്നു എന്ന് വെച്ചാൽ ആ ബോളിനെ അവൻ ഓഫ് സൈഡിൽ നിൽക്കുന്ന ഫീൽഡേഴ്സിന്റെ ഇടയിലൂടെ പ്ലേ ചെയ്യാം എന്ന് വിചാരിച്ച് അവൻ പിറകിലേക്ക് മാറി. ബോൾ സ്വങ് ഇൻ ദി എയർ. സ്വങ് എന്ന് പറഞ്ഞാൽ സ്വിങ്ങിന്റെ പാസ് ഫോമാണ്. സ്വിങ് എന്നത് ഉദ്ദേശിക്കുന്നത് ക്രിക്കറ്റ് ബോൾ എയറിൽ വെച്ചതിനെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഡീവിയേറ്റ് ചെയ്യുന്നതിനെയാണ് സ്വിങ് എന്ന് പറയുന്നത്. സോ ആ ബോൾ എയറിൽ വെച്ച് തിരിഞ്ഞ് ഷോർട്ട് ഓഫ് ദ ഗ്രാസ്. ഷോർട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ശക്തിയായി വന്ന് പതിക്കുക. അതായത് പിച്ചിൽ ആ ബോൾ വന്ന് ശക്തിയായി പതിച്ച് ആൻഡ് കെയിം ത്രൂ ഷാർപ്ലി ടു സ്ട്രൈക്ക് രഞ്ജി ഓൺ ഹിസ് പാഡ്സ്. നേരെ വളരെ വേഗത്തിൽ വന്ന് രഞ്ജിയുടെ ക്രിക്കറ്റ് പാഡിൽ, ബാറ്റിംഗ് പാഡിൽ അടിച്ചു. LBW, ലെഗ് ബിഫോർ വിക്കറ്റ്. രഞ്ജി ഔട്ടായി. രഞ്ജി വാക്ക് ബാക്ക് ഡിജക്റ്റഡ് ടു ദ പെവിലിയൻ. രഞ്ജി വളരെ വിഷമിച്ച്, ഡിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ വിഷമിച്ച് പെവിലിയനിലേക്ക് തിരിച്ചു മടങ്ങി. The other batsmen did not last long and the team lost the match. മറ്റ് ബാറ്റ്സ്മാൻമാരും ഒരുപാട് നേരം കളിച്ചില്ല, അവരും ഔട്ടായി. അങ്ങനെ രഞ്ജിയുടെ ടീം തോറ്റു. On his way back home, രഞ്ജി passed Mr. Kumar's sport shop next to the clock tower. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി രഞ്ജി ക്ലോക്ക് ടവറിനടുത്തുള്ള മിസ്റ്റർ കുമാറിന്റെ സ്പോർട്സ് ഷോപ്പ് കടന്നുപോയി. ഇറ്റ് വാസ് വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് ഹോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ്. ഈ സ്പോർട്സ് ഷോപ്പ് രഞ്ജിയുടെ ഒരു ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു. മിസ്റ്റർ കുമാർ ഹാഡ് ബീൻ എ സ്റ്റേറ്റ് പ്ലെയർ വൺസ് ആൻഡ് ഹാഡ് സ്കോർഡ് എ സെഞ്ചുറി ഇൻ എ മാച്ച് അഗെയിൻസ്റ്റ് തൻസാനിയ. മിസ്റ്റർ കുമാർ ഒരിക്കലും ഒരു സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു. അദ്ദേഹം തൻസാനിയക്കെതിരെ ഒരു സെഞ്ചുറി ഒക്കെ നേടിയിട്ടുണ്ട്. Now he was too old for his first class cricket, but he liked encouraging young players. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു, അദ്ദേഹം വിരമിച്ചിരിക്കുകയാണ്. പക്ഷേ he liked encouraging എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക. അദ്ദേഹത്തിന് യങ് പ്ലെയേഴ്സിനെ, അതായത് ചെറുപ്പക്കാരായ പ്ലെയേഴ്സിനെ പ്രോത്സാഹിപ്പിക്കാൻ വളരെയധികം ഇഷ്ടമാണ്. He thought Ranji would make a good cricketer as good as India's famous players. ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള, പ്രശസ്തരായിട്ടുള്ള കളിക്കാരെ പോലെ തന്നെ രഞ്ജിയും ഒരു നാൾ വലിയൊരു ക്രിക്കറ്റർ ആവുമെന്ന് മിസ്റ്റർ കുമാറിന് ആഗ്രഹം ഉണ്ടായിരുന്നു, അദ്ദേഹം വിചാരിച്ചിരുന്നു. He just loved to stare at Mr. Kumar's goods.
ക്രിക്കറ്റ് ബാറ്റ്സ്, ബോൾസ്, ബാഡ്മിന്റൺ റാക്കറ്റ്, ഹോക്കി സ്റ്റിക്സ്. രഞ്ജിക്കും മിസ്റ്റർ കുമാറിന്റെ സ്പോർട്സ് ഷോപ്പിന്റെ അകത്തുള്ള ക്രിക്കറ്റ് ബാറ്റും ബോളും ബാഡ്മിന്റൺ റാക്കറ്റ്സും ഹോക്കി സ്റ്റിക്കും ഒക്കെ നോക്കിയിരിക്കാൻ വളരെ ഇഷ്ടമാണ്. ബട്ട് ടുഡേ ഹി ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ഗോയിങ് ഇൻ. പക്ഷെ ഇന്നത്തെ ദിവസം രഞ്ജിക്ക് സ്പോർട്സ് ഷോപ്പിന്റെ അകത്തേക്ക് കയറി മിസ്റ്റർ കുമാറിനെ കാണാൻ തോന്നിയില്ല. രഞ്ജി, വേർ ആർ യു റണ്ണിങ് ഓഫ് ടു? മിസ്റ്റർ കുമാർസ് ജോവിയൽ വോയിസ് സ്റ്റോപ്ഡ് ഹിം. ഹി വാക്ക്ഡ് സ്ലോലി ഇൻടു ദ ഷോപ്പ്. രഞ്ജി, നീ എങ്ങോട്ടേക്കാണ് ഓടിപ്പോകുന്നത്? മിസ്റ്റർ കുമാറിന്റെ വളരെ സന്തോഷത്തോടു കൂടിയുള്ള ശബ്ദം അവനെ അവിടെ നിർത്തി. അവൻ തിരിച്ച് പതിയെ നടന്ന് ഷോപ്പിന്റെ അകത്തേക്ക് കയറി. വാട്ട്സ് റോങ് വിത്ത് യു? യു ലുക്ക് സോ മോൺഫുൾ. മിസ്റ്റർ കുമാർ സ്പോക്ക് ടു ഹിം ചിയർഫുള്ളി ആസ് യൂഷ്വൽ. നിനക്ക് എന്തു പറ്റി? നീ വളരെ വിഷമിച്ചിരിക്കുന്നല്ലോ. മിസ്റ്റർ കുമാർ എന്നത്തെയും പോലെ തന്നെ വളരെ ഉന്മേഷത്തോടു കൂടി രഞ്ജിയോട് ചോദിച്ചു. ഓ നത്തിങ്, ഐ ജസ്റ്റ് സ്കോർഡ് എ ഡക്ക്. രഞ്ജി ട്രൈ ടു ചിയർ ഹിംസെൽഫ് അപ്പ്. ഓ അതൊന്നുമില്ല, ഞാൻ ഇന്ന് ഡക്കായി. ക്രിക്കറ്റിൽ ഡക്ക് ആവുക എന്ന് പറഞ്ഞാൽ ഒരു ബാറ്റ്സ്മാൻ 0 റണ്ണിന് ഔട്ടാവുക എന്നാണ്. അതായത് ഞാൻ ഇന്ന് 0 റണ്ണിന് ഔട്ടായി എന്ന് രഞ്ജി അവനെ സ്വയം സന്തോഷിപ്പിക്കാൻ, ഉന്മേഷത്തോടെയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഹി വെന്റ് ഓൺ ടു ടെൽ മിസ്റ്റർ കുമാർ അബൌട്ട് ദ മാച്ച്. അവൻ മിസ്റ്റർ കുമാറിനോട് അന്ന് നടന്ന മാച്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ തുടങ്ങി. കം ഓൺ, ലെറ്റ് മീ ഷോ യു സംതിങ്. മിസ്റ്റർ കുമാർ ലെഡ് രഞ്ജി ടു ദ ഇന്നർ റൂം ഓഫ് ദ ഷോപ്പ് വെൻ ഹി ഹാഡ് ഫിനിഷ്ഡ്. രഞ്ജി പറഞ്ഞു നിർത്തിയതിന് ശേഷം മിസ്റ്റർ കുമാർ പറഞ്ഞു, വാ, ഞാൻ നിനക്കൊരു സാധനം കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞ് രഞ്ജിയെ മിസ്റ്റർ കുമാർ ഷോപ്പിനകത്തുള്ള ഒരു കുഞ്ഞു മുറിയിലേക്ക് കൊണ്ടുപോയി. Puzzled, Ranji followed Mr. Kumar through the curtain partition at the back of the shop. Puzzled എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പത്തിലാവുക. അതായത് അല്പം ആശയക്കുഴപ്പത്തോടെയാണെങ്കിൽ പോലും രഞ്ജി മിസ്റ്റർ കുമാറിന്റെ പുറകെ പോയി. അവർ ആ ഷോപ്പിന് പുറകെ കർട്ടൺ കൊണ്ട് തിരിച്ചിട്ടുള്ള ഒരു ചെറിയ മുറിയിലേക്കാണ് പോയത്. He found himself in a badly lit room staked to the ceiling with all kinds of old and second-hand sporting goods. Torn football bladders, broken bats, rackets without strings, broken dart and tattered badminton nets. അതായത് അവരെത്തിപ്പെട്ട ആ മുറിയിൽ ഒരുപാട് സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ളതും പഴയതുമായിട്ടുള്ള സ്പോർട്സ് സാധനങ്ങളായിരുന്നു. അതായത് പൊട്ടിയ ഫുട്ബോൾ ബ്ലാഡർ, പൊട്ടിയ ബാറ്റ്, റാക്കറ്റ് വിത്തൗട്ട് സ്ട്രിങ്സ്, പൊട്ടിയ ഡാർട്സ്, പിന്നെ കീറിയ ബാഡ്മിന്റൺ വലകൾ. ഇതൊക്കെ കൊണ്ട് നിറഞ്ഞിരുന്ന ഒന്നിനുമേലൊന്നായി അടുക്കി വെച്ചിരുന്ന അരണ്ട വെളിച്ചുള്ള ഒരു മുറിയിലായിരുന്നു മിസ്റ്റർ കുമാർ രഞ്ജിയെ കൊണ്ടുപോയത്. Mr. Kumar began examining a number of old cricket bats, and after a few minutes he said, and picked up one of the bats and held it out to Ranji. Mr. Kumar ഒരുപാട് നേരം ആ പഴയ ക്രിക്കറ്റ് ബാറ്റുകളുടെ ഇടയിൽ നിന്നും തപ്പിയതിനു ശേഷം ഒരു ക്രിക്കറ്റ് ബാറ്റ് എടുത്ത് രഞ്ജിയുടെ കയ്യിലേക്ക് കൊടുത്തു. This is it, he said. This is the luckiest of all my old cricket bats. This is the bat I made a century with. Of course it's an old bat, but it hasn't lost any of its magic, said Mr. Kumar. He held it out to Ranji. ഇതാണ് ഞാൻ കളിച്ചിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഭാഗ്യം ഉണ്ടായിട്ടുള്ള ബാറ്റ്. ഈ ബാറ്റ് ഉപയോഗിച്ചാണ് ഞാൻ സെഞ്ചുറി അടിച്ചത്. തീർച്ചയായും ഇതൊരു പഴയ ബാറ്റാണ്, പക്ഷെ ഇതിന് ഇതുവരെ ഇതിന്റെ മാജിക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മിസ്റ്റർ കുമാർ ആ ബാറ്റ് രഞ്ജിക്ക് കൊടുത്തു. Here, take it. I will lend it to you for the rest of the cricket season. You won't fail with it. Just take care of yourself. ഇതാ, ഈ ബാറ്റ് നീ എടുത്തോ. ഞാനിത് ഈ ക്രിക്കറ്റ് സീസൺ തീരുന്നവരെ നിനക്ക് കടം തരാം. ലെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കടം കൊടുക്കുക. നീ ഇത് ഉപയോഗിച്ച് ഒരിക്കലും തോൽക്കില്ല. നീ നിന്നെ ഒന്ന് സൂക്ഷിച്ചാൽ മതി. നീ നിന്റെ കാര്യം ഒന്ന് നോക്കിയാൽ മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് രഞ്ജിക്ക് മിസ്റ്റർ കുമാർ ആ ബാറ്റ് കൈമാറി. രഞ്ജി took the bat and gazed at it with awe and delight. Gazed എന്ന് പറഞ്ഞാൽ ഉറ്റുനോക്കുക. awe എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിസ്മയത്തോടെ, ഡിലൈറ്റ് എന്ന് പറയുന്നത് ആനന്ദം. അതായത് രഞ്ജി വളരെയധികം ആനന്ദത്തോടു കൂടിയും വിസ്മയത്തോടു കൂടിയും ആ ബാറ്റിനെ ഉറ്റുനോക്കി. The magic bat seemed to change Ranji's luck. ആ മാജിക് ബാറ്റ് ശരിക്കും രഞ്ജിയുടെ ഭാഗ്യത്തിനെ മാറ്റിക്കുറിക്കുന്നത് പോലെ തോന്നി. The next Saturday, he scored 58 runs and led his school to victory against the rival team. അടുത്ത ശനിയാഴ്ച അവന്റെ എതിർ ടീമിനെതിരെ രഞ്ജി 58 റണ്ണുകൾ നേടിക്കൊണ്ട് രഞ്ജിയുടെ സ്കൂളിനെ വിജയത്തിലേക്ക് എത്തിച്ചു. On his way home, Ranji stopped at Mr. Kumar's shop to give him the good news. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി മിസ്റ്റർ കുമാറിന്റെ ഷോപ്പിൽ ഇറങ്ങിയിട്ട് മിസ്റ്റർ കുമാറിനോട് ആ സന്തോഷ വർത്താനം പറഞ്ഞു. We won, നമ്മൾ ജയിച്ചു, he said. And I made 58, my highest score so far. It really is a lucky bat. നമ്മൾ ജയിച്ചു, അത് മാത്രമല്ല ഞാൻ ഇതുവരെയുള്ള എൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സ്കോർ 58 റൺസ് ഈ ബാറ്റ് ഉപയോഗിച്ച് നേടി. ഇത് ശരിക്കും ഒരു ലക്കി ബാറ്റാണ്, എനിക്ക് ഭാഗ്യമുള്ള ഒരു ബാറ്റാണ് എന്ന് രഞ്ജി മിസ്റ്റർ കുമാറിനോട് പറഞ്ഞു.
told you, said Mr. Kumar, giving Ranji a warm handshake. There will be bigger scores yet. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മിസ്റ്റർ കുമാർ രഞ്ജിക്ക് ഒരു വാം ഹാൻഡ് നൽകി. വാം ഹാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിസ്റ്റർ കുമാറിന്റെ വളരെ സന്തോഷത്തോടെയുള്ള ആ ഒരു ഇമോഷനാണ് കാണിക്കുന്നത്. There will be bigger scores yet. ഇനിയും ഒരുപാട് വലിയ വലിയ സ്കോറുകൾ നീ നേടും എന്ന് മിസ്റ്റർ കുമാർ രഞ്ജിയോട് പറഞ്ഞു. But then something unexpected happened. പക്ഷേ അപ്പോഴാണ് വളരെയധികം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാര്യം നടന്നത്. After one of the next matches, Ranji had to take one of his teammates, Bhim, who was injured during the match, to the hospital. മാച്ചിനിടയ്ക്ക് വെച്ച് പരിക്ക് പറ്റിയ രഞ്ജിയുടെ തന്നെ ടീമേറ്റ് ആയ ഭീമിനെ രഞ്ജിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു. In his anxiety about Bhim, he left his bat on the bus. ഭീമിനെ പറ്റി വളരെയധികം ഉത്കണ്ഠയോടെ ചിന്തിക്കുന്നതിനിടയ്ക്ക് രഞ്ജി അവന്റെ ബാറ്റ് ബസ്സിൽ വെച്ച് മറന്നു. He remembered it only after he reached home. അതവൻ ഓർത്തത് അവൻ വീട്ടിലെത്തിയതിനു ശേഷം മാത്രമാണ്. He couldn't remember which bus he had traveled in. അവന് ഏത് ബസ്സിലാണ് അവൻ യാത്ര ചെയ്തതെന്ന് അവന് ഓർക്കാൻ സാധിക്കുന്നില്ല. The magic bat was lost. ആ മാജിക് ബാറ്റ് അങ്ങനെ രഞ്ജിക്ക് നഷ്ടപ്പെട്ടു. Next day, he was at Mr. Kumar's shop, looking very sorry for himself. What's the matter? asked Mr. Kumar. അടുത്ത ദിവസം രഞ്ജി മിസ്റ്റർ കുമാറിന്റെ ഷോപ്പിൽ വളരെയധികം വിഷമത്തോടു കൂടി പോയി. എന്തുപറ്റി? മിസ്റ്റർ കുമാർ ചോദിച്ചു. I have lost the bat, said Ranji. Your lucky bat, the one I made all those runs with. എനിക്ക് ആ ബാറ്റ് നഷ്ടപ്പെട്ടു. നിങ്ങളുടെ ലക്കി ബാറ്റ്. ആ ബാറ്റ് ഉപയോഗിച്ചായിരുന്നു ഞാൻ ഇത്രയധികം റൺസ് നേടിയത്. ആ ബാറ്റ് എനിക്ക് നഷ്ടപ്പെട്ടു. I left it on the bus. ഞാനത് ബസ്സിൽ വെച്ച് മറന്നു. And the day after tomorrow, we are playing the Delhi school. നാളെ കഴിഞ്ഞാൽ ഞങ്ങൾ ഡൽഹി സ്കൂളിനെതിരെയാണ് കളിക്കാൻ പോകുന്നത്. Without your bat, I will be out for a duck. And we will lose our chance of being the school champions. നിങ്ങളുടെ ബാറ്റ് ഇല്ലെങ്കിൽ ഞാൻ 0 റണ്ണിന് വീണ്ടും പുറത്താവും. അങ്ങനെ സ്കൂൾ ചാമ്പ്യൻസ് ആവാനുള്ള ഞങ്ങളുടെ അവസരവും ഞങ്ങൾക്ക് നഷ്ടപ്പെടും. Mr. Kumar looked a little anxious at first. Then he smiled and said, You can still make all the runs you want. മിസ്റ്റർ കുമാർ ആദ്യം അല്പം ഉത്കണ്ഠയോടുകൂടി കാണപ്പെട്ടു. ആങ്ഷ്യസ് എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ. Then he smiled and said, അതിനുശേഷം പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് എത്ര റൺസാണോ സ്കോർ ചെയ്യേണ്ടത് അത് ഇനിയും നിനക്ക് കളിച്ച് നേടാൻ സാധിക്കും. But I don't have the bat anymore, said Ranji. പക്ഷെ എന്റെ കയ്യിൽ ആ ബാറ്റ് ഇനി ഇല്ലല്ലോ എന്ന് രഞ്ജി പറഞ്ഞു. Any bat will do, Mr. Kumar replied. അതിന് മിസ്റ്റർ കുമാർ മറുപടി കൊടുത്തു, ഏത് ബാറ്റ് കൊണ്ട് നിനക്ക് കളിച്ച് റൺസ് നേടാൻ പറ്റും. What do you mean? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? I mean it's the batsman and not the bat that counts. ഞാൻ ഉദ്ദേശിക്കുന്നത് ബാറ്റ്സ്മാൻ ആണ് പ്രാധാന്യം, അല്ലാതെ ബാറ്റിനല്ല. Shall I tell you something? ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. That old bat I gave you was not different from any other bat I have used. നിനക്ക് നൽകിയ പഴയ ബാറ്റ് ഞാൻ മുൻപ് ഉപയോഗിച്ചിരുന്ന ബാറ്റുകളെക്കാളും ഒരു തരത്തിലും വ്യത്യസ്തമല്ല. True, I made lots of run with it. സത്യമാണ്, ഞാൻ ആ ബാറ്റ് ഉപയോഗിച്ച് ഒരുപാട് റൺസ് നേടിയിട്ടുണ്ട്. But I made runs with other bats too. പക്ഷേ ഞാൻ മറ്റു ബാറ്റുകൾ ഉപയോഗിച്ചും റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. I never depended on a special bat for my runs. ഞാൻ ഇന്നേ വരെ ക്രിക്കറ്റിൽ റൺ അടിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ബാറ്റിനെ ആശ്രയിച്ചിട്ടില്ല. ഡിപ്പെൻഡഡ് എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക. ഞാൻ ഇന്നേ വരെ ഒരു പ്രത്യേക ബാറ്റിനെ ആശ്രയിച്ചിട്ടില്ല എനിക്ക് റൺ സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയെന്ന് മിസ്റ്റർ കുമാർ പറയുകയാണ്. A bat has magic only when the batsman has magic. ഒരു ബാറ്റിന് മാജിക് ഉണ്ട്, മാന്ത്രികതയുണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ആ ബാറ്റ്സ്മാനും മാന്ത്രികത ഉള്ളപ്പോൾ മാത്രമാണ്. What you needed was confidence, not a bat. നിനക്ക് വേണ്ടിയിരുന്നത് കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസമാണ്, അല്ലാതെ ഒരു ബാറ്റ് അല്ല. And by believing in the bat, you got your confidence back. അങ്ങനെ ആ ബാറ്റിൽ വിശ്വസിച്ചത് കൊണ്ട് നിനക്ക് നിന്റെ ആത്മവിശ്വാസം തിരിച്ചു കിട്ടി. What's confidence? asked Ranji. It was a new word for him. എന്താണ് കോൺഫിഡൻസ്, എന്താണ് ആത്മവിശ്വാസം? രഞ്ജി ചോദിച്ചു. അത് അവനൊരു പുതിയ വാക്കായിരുന്നു. കോൺഫിഡൻസ്, said Mr. Kumar slowly. കോൺഫിഡൻസ്, ആത്മവിശ്വാസം എന്ന് മിസ്റ്റർ കുമാർ വളരെ പയ്യെ പറഞ്ഞു. കോൺഫിഡൻസ് ഈസ് നോയിങ് യു ആർ ഗുഡ്. ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ നീ മികച്ചതാണ് എന്നുള്ള അറിവ് നിനക്കുണ്ടായിരിക്കണം, അതാണ് ആത്മവിശ്വാസം. ആൻഡ് ഐ ക്യാൻ ബി ഗുഡ് വിത്തൗട്ട് ദ ബാറ്റ്. അപ്പോൾ എനിക്ക് ബാറ്റ് ഇല്ലാതെ മികച്ചതാവാൻ സാധിക്കുമോ? ഓഫ് കോഴ്സ്, യു ഹാവ് ഓൾവേസ് ബീൻ ഗുഡ്. യു ആർ ഗുഡ് നൗ. യു വിൽ ബി ഗുഡ് ദ ഡേ ആഫ്റ്റർ ടുമാറോ ടു. നീ എന്നും മികച്ചതായിരുന്നു, നീ ഇന്നും മികച്ചതാണ്, നീ നാളെ കഴിഞ്ഞിട്ടുള്ള ദിവസവും മികച്ചതായിരിക്കും. റിമെമ്പർ ദാറ്റ്. ഇഫ് യു റിമെമ്പർ ഇറ്റ്, യു വിൽ മേക്ക് ദ റൺസ്. വൈ ഡോണ്ട് യു ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ? ഇത് നീ എന്നും ഓർക്കണം. ഇത് നീ ഓർത്താൽ നീ റൺസ് സ്കോർ ചെയ്യും.
എന്തുകൊണ്ട് നിനക്കൊന്നും പരിശ്രമിച്ചുകൂടാ? ഓൺ സാറ്റർഡേ രഞ്ജി വാക്ക് ടു ദ വിക്കറ്റ് വിത്ത് എ ബാറ്റ് ബോറോഡ് ഫ്രം ഭീം. അങ്ങനെ ആ ശനിയാഴ്ച ദിവസം രഞ്ജി അവന്റെ കൂട്ടുകാരൻ ഭീമിന്റെ കടം മേടിച്ച ബാറ്റ് കൊണ്ട് കളിക്കാൻ ഇറങ്ങി. The school team had lost its first wicket with only 2 runs on the board. രഞ്ജിയുടെ ടീമിന് 2 റൺസ് ആയപ്പോഴത്തേക്കും 1 വിക്കറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. രഞ്ജി വെന്റ് ഇൻ അറ്റ് ദിസ് സ്റ്റേജ്. രഞ്ജി ഈ ഒരു സാഹചര്യത്തിലാണ് കളിക്കാൻ ഇറങ്ങിയത്. Delhi school's opening bowler was sending down some really fast ones. രഞ്ജി faced up to him. ഡൽഹി സ്കൂളിന്റെ ഓപ്പണിംഗ് ബോളർ വളരെ വേഗത്തിൽ പന്തെറിയുകയാണ്. രഞ്ജി അവനെ നേരിടാൻ തയ്യാറായി. The first ball was very fast, but it wasn't on a good length. ആദ്യത്തെ ബോൾ വളരെ വേഗതയിലാണ് വന്നത്, പക്ഷേ അത് നല്ല ലെങ്തിലല്ല ആ ബോളർ എറിഞ്ഞത്. Quick on his feet, രഞ്ജി stepped back and pulled it hard to the long on boundary. വളരെ പെട്ടെന്ന് രഞ്ജി പിറകിലേക്ക് മാറി ആ ബോളിനെ ലോങ് ഓൺ ബൗണ്ടറിയിലൂടെ അടിച്ചു പറത്തി. The ball soared over the heads of the fielders and landed with a crash in a crate full of cold drink bottles. ആ ബോൾ ഫീൽഡേഴ്സിന്റെ തലയ്ക്ക് മുകളിലൂടെ ഉയർന്നു പൊങ്ങി കോൾഡ് ഡ്രിങ്ക്സ് ബോട്ടിൽസ് വച്ചിരുന്ന ഒരു ക്രേറ്റിൽ വന്ന് പതിച്ചു. A six! Everyone stood up and cheered. അതാ ഒരു 6 എന്ന് പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. And it was only the beginning of Ranji's wonderful innings. The match ended in a draw, but Ranji's 75 was the talk of the school. ആ 6 എന്ന് പറയുന്നത് രഞ്ജിയുടെ മനോഹരമായ ഇന്നിങ്സിന്റെ ഒരു തുടക്കം മാത്രമായിരുന്നു. ആ മാച്ച് ഒരു ഡ്രോയിലാണ് അവസാനിച്ചത്. ഡ്രോ എന്ന് പറഞ്ഞാൽ ഇരു ടീമുകളും ഒരേ സ്കോർ നേടുന്ന ആ ഒരു സാഹചര്യത്തിനാണ് ഡ്രോ എന്ന് പറയുന്നത്. സോ രഞ്ജിയുടെ ആ മാച്ച് ഒരു ഡ്രോയിലാണ് അവസാനിച്ചത്. പക്ഷേ രഞ്ജിയുടെ 75 റണ്ണായിരുന്നു സ്കൂളിലെ മൊത്തം സംസാര വിഷയം. ഓൺ ഹിസ് വേ ഹോം he bought a dozen laddus, 6 for his neighbor Koki and 6 for Mr. Kumar. തിരിച്ച് അവൻ വീട്ടിലേക്ക് പോയപ്പോൾ അവൻ ഒരു ഡസൻ ലഡൂസ് മേടിച്ചുകൊണ്ടാണ് പോയത്. 6 എണ്ണം അവൻ്റെ നെയ്ബർ കോക്കിക്കും 6 എണ്ണം മിസ്റ്റർ കുമാർ.